السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. صدق الله مولانا العظيم. تكثر الصواعق عند اقتراب الساعة. صدق رسول الله. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. അല്ലാഹുവേ, അർഹമുർറാഹിമായ നാഥ, ഈ പാവപ്പെട്ട അടിമകളുടെ സകലവിധ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, വിവരമില്ലാത്ത പാപികളായ ഈ ജനതയെ നന്മയുടെ വഴിയിലേക്ക് നീ നയിക്കണമേ അല്ലാ. നിന്റെ പ്രീതിയും പൊരുത്തവും ഏതാണെന്ന് മനസ്സിലാക്കി അതിലൂടെ ജീവിക്കാനുള്ള ഒരു അവസരം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബകം പാപക്കറകളാൽ നിറഞ്ഞതാണ്. തൗഹീദിൻ്റെ വെളിച്ചം കൊണ്ട് കഴുകിയെടുത്ത് ഈമാനിക ആവേശത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇരുലോക ജീവിതവും നീ പൊരുത്തപ്പെട്ട നിലയിൽ നീ സംവിധാനിച്ച് തരണേ അല്ലാഹുവേ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് നിന്റെ ചാരത്തേക്ക് യാത്രയായി വന്നവർ അവരുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നാളെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് ഗുണപാഠമായി, താക്കീതായി, മുന്നറിയിപ്പായി അവൻ്റെ പരിഭാവനമായ കലാം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പ്രമേയങ്ങളും ചരിത്ര വിവരണങ്ങളും മുൻകാല ജനതയുടെ ഉദ്ധാന പതനങ്ങളുമൊക്കെ ഓരോ യുഗത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് സന്ദേശമാണ്, പാഠമാണ്. വർത്തമാനകാലം, ഈ ആധുനിക കാലഘട്ടം, മനുഷ്യർ സൃഷ്ടാവിനെ മറന്ന് ഭൗതികമായ പുരോഗതികൾ കണ്ട് മതിമറന്ന് ജീവിക്കുന്ന ഒരു ചുറ്റുപാട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്ത് കഴിഞ്ഞുപോയ ധിക്കാരികളായ ജനതയുടെ സ്വഭാവം ഇന്നിന്റെ മക്കൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ദുരന്ത കാഴ്ച ലോകത്ത് പല ഭാഗത്തും കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞയാഴ്ച ലൂത്ത് ജനതയുടെ പതനത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നത്. എന്താണ് ആ ചരിത്രത്തിൽ നിന്ന് ഇന്ന് ജീവിക്കുന്ന നമുക്ക് പഠിക്കാനുള്ളത്? സ്വർഗരധിക്കാരായ ധിക്കാരികളായ ആ ജനത, അവരെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച മലക്കുകൾ സുന്ദരന്മാരുടെ രൂപത്തിൽ അവരുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ മലക്കുകളെപ്പോലും കേറിപ്പിടിക്കാൻ ധൈര്യം കാണിച്ച ആ വർഗം, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം വല്ലാത്ത സങ്കടത്തിലായി, മനപ്രയാസത്തിലായി. ഈ അക്രമികളെ തുരത്താൻ വഴിയില്ലാതെ നിസ്സഹായനായി കൈമലർത്തിയപ്പോ ദൈവദൂതന്മാരായ മലക്കുകൾ ആശ്വസിപ്പിച്ച് പറഞ്ഞു, പ്രവാചക, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ മനുഷ്യവർഗമല്ല, ഞങ്ങൾ മലക്കുകളാണ്. ഈ ജനതയുടെ ആയുസ് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. താങ്കൾക്കും വിശ്വാസികൾക്കും രക്ഷപ്പെടാനുള്ള ചുരുങ്ങിയ സമയം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ആ സമയം കഴിഞ്ഞാൽ ഈ ജനതയെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ തകർത്തുകളയാൻ പ്രപഞ്ചനാഥൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹു അലൈസ സുബ്ഹു ബിഖരീബ്. സന്ധ്യയായിരിക്കുന്നു, സമയം വൈകിയിരിക്കുന്നു. ഈ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസത്തിന്റെ പുലർവേളയായാൽ ആ സമയത്താണ് അള്ളാഹു അവരെ അദാബാക്കാൻ പോകുന്നത്. അത്രയും സമയം ലൂത്ത് നബിയെ നിങ്ങൾക്കും നിങ്ങളുടെ സംഘത്തിനും രക്ഷപ്പെടാനുള്ള സമയമാണ് അള്ളാഹു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് താങ്കൾ കുടുംബസമേതം ഈ നാട് വിട്ട്, ജോർഡാന്റെ മണ്ണ് വിട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് ദൈവദൂതന്മാരായ മലക്കുകൾ അറിയിക്കുകയും മഹാനായ ആ പ്രവാചകൻ രാത്രി തന്നെ സ്ഥലം വിടുകയും ചെയ്തു. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജിലിൻ മൻദൂദ്. ഫലമ്മാ ജാഅ അംറുനാ, നേരം പുലർന്നപ്പോൾ ലൂത്ത് നബിയും വിശ്വാസികളും ആ നാട് വിട്ട് രക്ഷപ്പെട്ടപ്പോ അള്ളാഹു പറയുന്നു, നമ്മുടെ കൽപ്പന വന്നു, ശിക്ഷയുടെ വിധി വന്നു. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ നാടിനെ നാം കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ആ നാടിന്റെ മുകൾ ഭാഗം നാം അടിയിലാക്കും വിധം അപ്പം മറിച്ചിടും പോലെ ആ പ്രദേശത്തെ മറിച്ചിട്ടു. എന്നിട്ടോ വഅംതർനാ അലൈഹാ
ഹിജാറതം മിൻ സിജ്ജിലിൻ മൻദൂദ്. ആ നാടിന് മുകളിലൂടെ നാം കല്ലുമഴ ഇറക്കി. വഅംതർനാ അലൈഹിം, ആ നാട്ടുകാരുടെ മേലിൽ, ആ നാടിന് മേലിൽ നാം വർഷിപ്പിച്ചു. ഹിജാറതം മിൻ സിജ്ജിലിൻ മൻദൂദ്, നരകച്ചൂളയിൽ വേവിച്ചെടുത്ത മൺകട്ടകൾ, മൺകട്ടയുടെ മഴ ആ നാടിനു മീതെ നാം വർഷിപ്പിച്ചു. മൺകട്ട മഴ, കല്ലുമഴ. മുസവ്വമതൻ ഇൻദ റബ്ബിക്, ഓരോ മൺകട്ടയിലും ഓരോ കല്ലിലും താങ്കളുടെ നാദരിങ്കൽ അടയാളം വെച്ച നിലയിലായിരുന്നു ആ കല്ലുകൾ പതിച്ചത്. ഓരോ കല്ലിലും അള്ളാഹു അടയാളം വെച്ചിരുന്നു. ഏതു ഭാഗത്ത് ആരുടെ തലക്കുമീത പതിക്കണമെന്ന അടയാളമുള്ള കല്ല്. ഈ സംഭവം നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ട് നമുക്കെന്താ ഇതില് എന്ന് പറഞ്ഞു തരുന്നു. തുടർന്ന് വമാഹിയ മിനല്ലാലിമീന ബിബഈദ്. കേട്ടില്ലേ സമൂഹമേ എന്റെ ശിക്ഷ, എന്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? മനസ്സിലാക്കിയില്ലേ എന്റെ അദാബ്? എങ്കിൽ അറിഞ്ഞോ, വമാഹിയ മിനല്ലാലിമീന ബിബഈദ്. അക്രമികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അദാബ് ഒട്ടും അകലത്തിലല്ല. ആര് ലാലിമീങ്ങളായി, അക്രമികളായി, ആ അക്രമികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അദാബ് ഒട്ടും ദൂരെയല്ല. ബിബഈദ്, അടുത്തുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ വൻകരയിലെ ചില രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യയിലെ ചില രാജ്യങ്ങളൊക്കെ സ്വവർഗരതിക്കും വിവാഹത്തിനും പെർമിഷൻ കൊടുത്ത് നിയമാംഗീകാരം നൽകിയെങ്കിൽ വർത്തമാനകാലത്തെ ലോകരാഷ്ട്രങ്ങളോട് ഖുർആനിന്റെ മുന്നറിയിപ്പ്, ഇത് 4000 വർഷം മുമ്പുള്ള ഒരു ജനതയുടെ ചരിത്രം മാത്രമല്ല. വമാഹിയ, ഇത്തരത്തിലുള്ള ശിക്ഷയല്ല. മിനല്ലാലിമീന ബിബഈദ്, അക്രമികളിൽ നിന്ന് അകലെയാണെന്ന് വിചാരിക്കേണ്ട, അടുത്ത് തന്നെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കാത്തിരിക്കണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. ഇതൊക്കെ പറയുമ്പോ ഇന്നിന്റെ അവസ്ഥ, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ നാം കണ്ടെത്തിയ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ, പക്ഷേ അല്ലാഹുവിന്റെ അദാബ് തടയാൻ ഒരു ശാസ്ത്ര സംവിധാനത്തിനും ഒരു രക്ഷാ കവചത്തിനും സാധിക്കില്ല എന്ന പരമാർത്ഥം നാം മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇടിമിന്നലിന്റെ കാര്യമാണ്. ഇടിമിന്നൽ, ഈ വേനൽ മഴയിൽ എത്ര ജീവനാണ് ഇടിമിന്നലിൽ പൊലിഞ്ഞത്. ആപേക്ഷികമായി പത്രമാധ്യമങ്ങളിലൂടെ വായിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആപേക്ഷികമായി മുൻ വർഷങ്ങളിലൊക്കെയുണ്ടായതിലേറെ ദുരന്തം ഈ വർഷത്തെ വേനൽ മഴയിൽ ഇടിമിന്നലിലൂടെ നാശനഷ്ടങ്ങൾ, ജീവഹാനിയുണ്ടായി. എന്താ ഈ വിഷയത്തെക്കുറിച്ച് ഖുർആന് പറയാനുള്ളത്? എല്ലാം പറയാണ്ട്. ഇപ്പൊ ഇതാ അന്തരീക്ഷം നാം കാണുന്നു, മൂടിക്കെട്ടി, കനത്ത ചൂട്. എന്താ ഖുർആന് പറയാനുള്ളത്? പഠിക്കണല്ലോ നമ്മൾ, അറിയണല്ലോ നമ്മൾ. ഈ മിന്നൽ വന്ന് അപകടങ്ങൾ വിതച്ചപ്പോ, കേരളത്തിൽ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോ ആർക്ക് പ്രതിരോധിക്കാനായി, ആർക്ക് പിടിച്ചു നിർത്താനായി? ഞാൻ ഓർത്തുപോകുന്നു, മാസങ്ങൾക്ക് മുമ്പ് എരുമേലിയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തൊടുപുഴ അടുത്തെത്തിയപ്പോ കേരള ടൂറിസത്തിന്റെ ഒരു ബോർഡ് കണ്ടു, ഇലവീഴ പൂഞ്ചിറ. ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് പറയുമ്പോ. കാരണം കാര്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് ഒഴിഞ്ഞു പോയിട്ടൊരു മലയുടെ മുകളിൽ പോയിട്ട് സ്വർഗീയ ജലം കുടിച്ച് ആകാശത്തേക്ക് നോക്കിയിട്ട് രസിക്കാം. ഇലവീഴ പൂഞ്ചിറ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1000കണക്കിന് അടി ഉയരത്തിലുള്ള ഒരു മല. അവിടെ എല്ലാ കാലത്തും മിന്നൽ ഭീഷണി കൂടുതലുള്ള മേഖലയാണെന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പല ടൂറിസ്റ്റുകളെയും മിന്നൽ റാഞ്ചിയെടുത്ത് മരിച്ച സംഭവമൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോട് ചോദിച്ചു, നമുക്ക് അവിടെ നിന്ന് സിയാറത്ത് ചെയ്തു പോന്നാലോ? അവർക്കൊക്കെ താല്പര്യം.
അങ്ങനെ ആ മല ഒന്ന് കയറി നോക്കി. സുബ്ഹാനല്ലാഹ്, അതിന്റെ മുകളിലെത്തിയപ്പോ അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ ശില്പചാതുരിയുടെ പ്രകടനം, അവന്റെ കുദ്റത്തിന്റെ വണ്ണവലിപ്പം അതിനു മുകളിൽ വെച്ച് കാണാനാകും. ചെന്ന് നോക്കിയപ്പോ അവിടെ വയർലെസ് സംവിധാനത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അതിനു മുകളിൽ. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനു മുകളിൽ. അപ്പോഴാണ് കണ്ടത് ഇടിമിന്നൽ തകർത്ത് കളഞ്ഞ വാട്ടർ ടാങ്ക്. ഇടിമിന്നലേറ്റിട്ട് ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഗർത്തങ്ങൾ, കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്, പാറക്ക് കുഴി വീണിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഒരുപാട് മിന്നൽ രക്ഷാ സജ്ജീകരണങ്ങൾ, യന്ത്രങ്ങൾ കാലിൽ ഘടിപ്പിച്ച് മിന്നലിനെ തടയാനുള്ള സംവിധാനം ഒരുപാട്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന ഒരു അച്ചായ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? ഇത് മിന്നലിനെ തടയാനുള്ള സജ്ജീകരണമാണ്. പിന്നെ എങ്ങനെ ഈ വാട്ടർ ടാങ്ക് അടിച്ചുപോയി ഇത്ര വലിയ കനത്ത ഇടി ഇവിടെ ബാധിച്ചു? ആ അച്ചായ സുഹൃത്ത് പറഞ്ഞു, ആദ്യം ഇടി വരുമ്പോ ഈ രക്ഷാ കവചത്തെയാണ് തകർക്കുക, പിന്നെയാണ് വേറെയുള്ള ഭാഗത്തേക്ക് വരിക. ഇതവിടുത്തെ രീതി. അള്ളാഹുവിന്റെ ഖുദ്റത്തിനു മുമ്പിൽ മനുഷ്യന്റെ ശക്തി ദുർബലമാണ്, മനുഷ്യൻ നിസ്സഹായനാണെന്ന പാഠത്തിനുള്ള ഒരു മകുടോദാഹരണം അവിടെ വെച്ച് ഒന്നുകൂടെ കാണാൻ സാധിച്ചു. എന്താണ് ഈ ഇടിമിന്നല്? ശാസ്ത്രത്തിന് പലതും പറയാനുണ്ട്. മേഘപ്പാളികൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടാകുന്ന തീപ്പൊരിയാണ്, വൈദ്യുതിയാണ്, സ്പാർക്കിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോ അവർക്ക് മനസ്സിലായത് അവർ പറയും, മേഘപ്പാളികൾ കൂട്ടിയിടിക്കുന്നു. ആരാത് ഇടിപ്പിക്കുന്നത്? കാറ്റാണ്. കാറ്റാണ് മേഘത്തെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്നത്. ആരാ ഈ കാറ്റിനെ വിട്ടത്? ചോദ്യം വീണ്ടും വീണ്ടും ഉണ്ട്. സയൻസിന് അവസാനം ഉത്തരമില്ലാതെ എത്തുന്നത് വരെ ചോദ്യമുണ്ട്. ഏതായാലും എന്താണ് ഇതിന് ഇസ്ലാമിക മാനം? മുത്തുനബി ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അനബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്സുറു സവാഇഖു ഇൻദ ഖതിറാബിസ് സാഅ. അന്ത്യദിനത്തിന്റെ കാലം അടുത്തു വന്നാൽ ഇടിമിന്നൽ ദുരന്തം അധികരിച്ചു കൊണ്ടിരിക്കും. തക്സുറു സവാഇഖു, ഇടിമിന്നൽ ദുരന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇൻദ ഖതിറാബിസ് സമാൻ, കാലാവസാനം അടുത്താൽ. എത്രത്തോളം? ഹത്താ യഅതി അർറജുലു വൽ ഖൗമ, ഒരാൾ സ്വന്തം നാട്ടിൽ കടന്നു ചെന്നുകൊണ്ട് ചോദിക്കും, മൻ സഇഖതിൽകുമുൽ ഗദാത്, ഇന്നലത്തെ ഇടിയിൽ എത്ര ആള് വടിയായി? നമ്മൾ കാണുമ്പോ പറയാലോ, മിക്കവാറും പണി പറ്റിയിട്ടുണ്ടാകും, നാളെ പത്രത്തിൽ കാണാ പറയാറില്ലേ? ഒരാള് തന്റെ നാട്ടിലേക്ക് കടന്നു ചെന്ന് ചോദിക്കും, മൻ സഇഖതിൽകുമുൽ ഗദാ, എത്ര എണ്ണം ശരിയായി? ഫയഖൂലൂൻ, നാട്ടുകാര് പറയും, സഇഖ ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാനുൻ. 3, 2, 3, 2, 3. ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പത്രത്തിൽ ചരമകോളത്തിൽ മിന്നലേറ്റ് മരിച്ച കണക്ക് 2, 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഇഖ ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാനുൻ. ഒരു 3 പേരുടെ എങ്കിലും പേര് ആ ഇടിമിന്നൽ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ പേര് കേൾക്കാനാകുന്ന കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശിക്ഷയായിട്ടും വരാം. ഈ കഴിഞ്ഞ ഇടിമിന്നലിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. ശാസ്ത്ര സംഘം വന്നിട്ട് സർവേ നടത്തി, പഠനം നടത്തി. പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ മാത്രമായിട്ട് എന്താ ഇങ്ങനെ ഇടിമിന്നൽ കൂടാൻ കാരണം? ഗവേഷക സംഘം വന്ന് പഠനം നടത്തി. അവരെന്ത് പഠിച്ചാലും കണ്ടെത്തിയാലും നമുക്കതേ കുറിച്ച് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുത്തുനബിയെ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചത് ഡെൻമാർക്ക് പത്രത്തിന്റെ കാർട്ടൂണിനെ കടത്തിവെട്ടും വിധം പുന്നാര നബിയെ അവഹേളിക്കാൻ വേണ്ടി കുൽസിത ശ്രമമുണ്ടായത്, പച്ചക്ക് തെറി വിളിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. അല്ലേ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ അദാബാണത്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം ചെയ്ത അബൂജഹിൽ, അബൂലഹബ് സംഘത്തിന് എന്തേ ഇടിമിന്നലേൽക്കാതിരുന്നത്? അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നേരം കുറച്ച് അള്ള കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അബൂജഹിലിന്റെ പതനം ഈ ലോകത്ത് വെച്ച് കാണണമെന്ന്
കഅബ മന്ദിരത്തിന്റെ ചാരത്ത് സുജൂദിൽ കിടക്കവേ പുണ്യമായ ശിരസിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ ചാർത്തിയപ്പോ പുന്നാരമോൾ ഫാത്തിമ ബീവി വന്ന് ആ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന പണ്ടം ശിരസിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോ അള്ളാന്റെ റസൂൽ അവിടെ വെച്ച് ദുആ ചെയ്തു, പടച്ചോനെ ഈ അബൂജഹലിന്റെ കാര്യം, ഉത്ബത്തിന്റെ കാര്യം, ശൈബത്തിന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. കണ്ടു, ബുഖാരിയിൽ തന്നെ കാണാം ഈ പ്രാർത്ഥനയുടെ ഇജാബത്ത്. ലോകത്ത് നിന്ന് അഷ്റഫുൽ ഖൽഖ് പോകുന്നതിന്റെ മുമ്പ് തന്നെ മുസ്ലിം ലോകം ബദറിൽ വെച്ച് കണ്ടു. ബദറിൽ കണ്ടു പതനം. എന്ന ചില സമയം അപ്പ തന്നെ കിട്ടും. ഏത് തെമ്മാടിയെയും റഹ്മാനായ റബ്ബ് ഈ ഭൂമുഖത്ത് പൊറുപ്പിക്കും. എന്ത്? റഹ്മാനായ റബ്ബ് ഏത് തെമ്മാടിയെയും ഈ ഭൂമുഖത്ത് പൊറുപ്പിക്കും. പക്ഷേ ധിക്കാരത്തിന് കയ്യും കാലും വെച്ച ജീവിയായി മനുഷ്യൻ അധപതിച്ചിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും പച്ചക്ക് ചോദ്യം ചെയ്തിട്ട് ശിക്ഷ വരട്ടെ, അദാബ് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ ഒരു ധിക്കാരി മെനക്കെട്ടാൽ അപ്പോൾ തന്നെ ഒരുപക്ഷെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കനത്ത പ്രഹരം വന്നേൽക്കും. അതാണ് അവിടെ കണ്ടത്. ഇതിന് സമാനമായൊരു സംഭവം ഖുർആനിൽ കാണാം, ഹദീസിൽ കാണാം. ഇബ്നു കസീർ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ച ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. عن أنس بن مالك رضي الله عنه قال أن رسول الله صلى الله عليه وسلم بعث رجلا مرة إلى رجل من فراعنة العرب. ഒരിക്കൽ നബി തങ്ങൾ ഒരു സഹാബിയെ അറബി ഫിറഔന്മാരുടെ കൂട്ടത്തിൽ ഒരു ഫിറഔനിന്റെ ചാരത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുകയാണ്. ഫിറഔന്മാർ ഓരോ സംഘത്തിലുണ്ട്, ഓരോ ജനതയിലുണ്ട്. ഇന്നും ഉണ്ട് ഫിറഔന്മാര്. നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫിറഔനാണ് അബൂജഹല്. അബൂജഹല് മരിച്ചു വീണപ്പോ നബി പറഞ്ഞു, മാത്ത ഫിറഔനു ഹാദിഹിൽ ഉമ്മ, ഇക്കാലത്തെ ഫിറഔന് ചത്തു വീണിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫിറഔനിന്റെ ചാരത്തേക്ക് ഒരു സഹാബിയെ പറഞ്ഞു വിടാണ്. ഇദ്ഹബ് ഇലൈ, ആ ധിക്കാരിയുടെ അടുത്ത് പോയിട്ട് ഫഖുൽ ലഹു, അവനോട് പറയണം, ഫദ്ഉഹു ലീ, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന വിവരം പറയണം. അവന്റെ ധിക്കാരം അവസാനിപ്പിക്കണം. അവന് ആഖിറത്തിൽ അവൻ വിജയിയാകണം. അള്ളാഹുവിന്റെ അനുസരണയുള്ള ഒരു ദാസനായി അവൻ മാറണം. അതുകൊണ്ട് അവനോട് എന്റെ അടുത്തേക്ക് വരാൻ പറയണം, നീ ചെന്നു പറ. സ്വഹാബിയെ ഏൽപ്പിച്ചു. ഫദഹബ ഇലൈഹി, നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ സ്വഹാബി ആ ധിക്കാരിയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. അവിടെ ചെന്ന് പറഞ്ഞു, യദ്ഉക റസൂലുള്ളാഹ്, നിന്നെ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വഹാബി പറഞ്ഞപ്പോ ധിക്കാരിയായ മനുഷ്യന്റെ മറുചോദ്യം, മൻ റസൂലുള്ളാഹ് വമല്ലാ അമ്മിൻ റഹബിൻ ഹുവ അമ്മിൻ ഫില്ലത്തിൻ ഹുവ അമ്മിൻ നുഹാസിൻ ഹുവ. അവന്റെ ചോദ്യം, നിന്നെ അള്ളാന്റെ റസൂല് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ധിക്കാരി ഇത് കേട്ടിട്ട് പറഞ്ഞു, മൻ റസൂലുള്ളാഹ്, ഏതാ ഈ റസൂലുള്ളാഹ്? വമല്ലാ, എന്താ അല്ലാഹ്? അമ്മിൻ ഹുവ മിൻ റഹബിൻ മിൻ റഹബിൻ ഹുവ അമ്മിൻ ഫില്ലത്തിൻ ഹുവ അമ്മിൻ നുഹാസിൻ ഹുവ. ഈ അല്ലാ റസൂൽ എന്നൊക്കെ പറഞ്ഞ സ്വർണ്ണാണോ വെള്ളിയാണോ ചെമ്പാണോ, നീ ഒന്ന് പോടാ അവിടുന്ന് എന്നും പറഞ്ഞിട്ട് ഈ സഹാബിയെ ഓടിച്ചു വിട്ടു. ഫറജഅ ഇലൈഹി, ഈ മറുപടിയും കേട്ട് ധിക്കാരിയുടെ ധിക്കാര വാക്കും കേട്ട് നബിയുടെ മുന്നിലേക്ക് സഹാബി മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖാലലി കദാ വകദാ, അവനെ സത്യത്തിലേക്ക് വിളിക്കാൻ വേണ്ടി അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോയി. അവനോട് പറയാനുള്ളത് പറഞ്ഞു, അങ്ങയുടെ ക്ഷണം ഞാൻ അറിയിച്ചു. പക്ഷേ എന്നോട് അവൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത്? ഇർജി ഇലൈഹി സാനിയ, ഒന്നും കൂടെ പോ, അവസരം ഇനിയുണ്ട്, ഒന്നുകൂടെ പോ. അവൻ ധിക്കാരപരമായ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വിളിക്ക് അവൻ അനുസരിച്ചിട്ടില്ലെങ്കിലും ഒന്നുകൂടി പോ. ഫറജഅ ഇലൈഹി, രണ്ടാമത് ഈ സഹാബി പോയിട്ട് സംസാരിച്ചു, നിന്നെ അള്ളാന്റെ റസൂല് വിളിക്കുന്നുണ്ടെന്ന്. അതുവരെ വരുന്നതിന് നിനക്കെന്താ മുടക്കം? അതിലും കനത്ത തെറിയായിരുന്നു അവൻ പറഞ്ഞത്. ആ തെറി കേട്ട് തിരുസന്നിധിയിൽ മടങ്ങിയെത്തിയ സഹാബിയോട് നബി പറഞ്ഞു, എങ്ങനെയുണ്ട്? നേരത്തേതിലും വലിയ ധിക്കാരത്തിന്റെ വാക്കുകളാണ് കേട്ടത് ഹബീബെ. കുഴപ്പമില്ല, ഇർജി ഇലൈഹി ഫറജഅ ഇലൈഹി സാലിസ, ഒന്നുകൂടെ പോ, ഇനി അവന് ചാൻസ് ഉണ്ട് നന്നാകാൻ, ഇനിയും ചാൻസ് ഉണ്ട്. തൊടുപുഴയിൽ
ഒരു തവണ തെറി എഴുതിയിട്ടുണ്ടെങ്കിൽ, പത്തനംതിട്ടയിൽ ഒരു തവണ തെറി എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വെച്ചേക്കും, ചാൻസ് ഉണ്ട്, ഒരൊറ്റടിക്കൊന്നും തകർക്കൂല. മൂന്നാമത് പോകാൻ പറഞ്ഞു പുണ്യനബി. മൂന്നാമതാ സ്വഹാബി പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ധിക്കാരിയായ അക്കാലത്ത് ജീവിക്കുന്ന ഫിർഔനിന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞപ്പോ ഫഅദ അലൈഹിൽ കലാം, നേരത്തെ പറഞ്ഞതിലേറെ മോശപ്പെട്ട പ്രയോഗമാണ് ആ ധിക്കാരി പ്രയോഗിച്ചത്. ഫബൈനമാ ഹുവ യുകല്ലിമുഹു, ഈ സ്വഹാബി ആ ധിക്കാരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇത് ബഅസല്ലാഹു അസ്സ വജല്ല സഹാബതൻ, ഉടനെ അല്ലാഹു ഒരു മേഘത്തെ അയക്കുകയാണ്. ആ ധിക്കാരിയുടെ തലക്കുമീതെ ഒരു കുടവട്ടത്തിൽ മേഘം വന്നു നിൽക്കുകയാണ്. ഫറഅദത്ത്, ആ മേഘത്തിൽ നിന്ന് ഇടിപൊട്ടുകയാണ്. ഫവഖഅത് മിൻഹാ സായിഖത്തുൻ, ആ മേഘത്തിൽ നിന്ന് ഒരു ഗർജിക്കുന്ന മിന്നൽ പിണർ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഫദഹബ ബിഖഹ്ഫി റഅസിഹി, ഈ ധിക്കാരിയുടെ തല തകർത്ത് കളയുകയാണ്. ധിക്കാരിയായ കാഫിർ കരിഞ്ഞുകൊണ്ട് ഭൂമിയിൽ പതിക്കുകയാണ്. മൂന്നാമത്തെ സമയം. ഈ സംഭവം നടക്കുമ്പോ പുണ്യനബിക്ക് വഹി വരുന്നു. എന്താ വഹിയ്? വയുർസിലു സ്വാഇഖ ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹ് വഹുവ ശദീദുൽ മിഹാൽ. വഹി വന്നു. ഈ രംഗത്ത് നോക്കി നിന്ന സ്വഹാബി അടക്കമുള്ള വിശ്വാസികൾ കാഫിറായ മനുഷ്യനെ മിന്നൽ വന്ന് തകർത്ത് കളഞ്ഞ് ആ കാഫിർ കരിക്കട്ടയായി വീഴുന്ന രംഗം കണ്ടിട്ട് പേടിച്ച് വിറച്ച് പുണ്യനബിയുടെ അരികിലേക്ക് ഓടുകയാണ്. എന്തിന്? വിവരം പറയാന്. നബിയെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള വാർത്ത പറയാൻ ഓടി. ഈ സ്വഹാബി തിരുസന്നിധിയിൽ നബിയുടെ മുന്നിൽ വന്ന് കേറിയപ്പോ പുഞ്ചിരിച്ച് ആ സ്വഹാബിയോട് അങ്ങോട്ട് ചോദിച്ചു, ഇഹ്തറക സാഹിബുക്കും, ആ ചങ്ങാതി കരിക്കട്ടായി പോയല്ലേ, ആ ചങ്ങാതി കരിഞ്ഞു പോയല്ലേ? സുബ്ഹാനല്ലാഹ്. സ്വഹാബി ചോദിച്ചു, മിൻ ഐന അലിംത, മിൻ ഐന അലിംത, നബിയെ അങ്ങ് എവിടെ നിന്നാണ് അതറിഞ്ഞത്? ആരാണ് ഈ വാർത്ത അങ്ങേക്ക് എത്തിച്ചു തന്നത്? ഫഖാല റസൂലുള്ളാഹ് ഖദ് ഊഹിയ ഇലയ്യ, ഖദ് ഊഹിയ ഇലയ്യ, ദൈവിക സന്ദേശം വഹി വന്നു സുഹൃത്തേ, ഞാൻ അറിഞ്ഞു. എന്താണ് വഹി? ഇടിമിന്നലിനെ കുറിച്ചാണ് വഹി. സൂറത്തുർ റഅദ്, ഒരു അധ്യായത്തിന്റെ പേര് റഅദ്, ഇടിമുഴക്കം, ഇടിനാദം. ഒരു സൂറത്തിന്റെ അധ്യായത്തിന്റെ പേര് റഅദ്, ഇടിമുഴക്കം. എന്താ? അല്ലാഹു ആ അധ്യായത്തിലെ 12-13 വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നു. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമാ, നിങ്ങൾക്ക് മുന്നിൽ മിന്നൽ പിണരുകളെ ജ്വലിപ്പിക്കുന്നതും അവനാണ്, അല്ലാഹുവാണ്. ശക്തമായ മിന്നലുണ്ടാക്കുന്നത്, ഇടിയുണ്ടാക്കുന്നത് അവനാണ്. ഹുവല്ലദീ യുരീകുമുൽ ബർഖ, അല്ലാഹു നിങ്ങളുടെ മുന്നിൽ മിന്നൽ കാണിച്ചു തരുന്നു. ഖൗഫൻ വതമാ, അത് കാണുന്ന മനുഷ്യന് ആശയുണ്ട്, ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക? അപകടം വരുമോ എന്നുള്ള ആശങ്ക. എന്താ ആശ? മഴട്ടാൻ ചാൻസ് ഉണ്ട്, മഴ ഉണ്ടാകാൻ അവസരമുണ്ട്, രണ്ടിനും ചാൻസ്. ജലനിർഭരമായ മേഘങ്ങളെ ഉയർത്തിവെച്ചതും അവനാണ്. ജലം നിറഞ്ഞ മേഘം. എത്ര കോടിക്കണക്കിന് ടൺ ഭാരമുള്ള വെള്ളമാണ് മഴയിലൂടെ ഭൂമിയിൽ പതിക്കുന്നത്. ഇതൊക്കെ മേഘത്തിലുണ്ടല്ലോ. ഭാരമേറിയ മേഘങ്ങളെ ഉയർത്തി നിർത്തിയത് അവനാകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി, ഇടിനാദം
പറയുന്നത് എന്താണെന്ന് ഖുർആൻ പറഞ്ഞിരുന്നു. എന്താ ഇടി പറയുന്നത്? ഠോ എന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അല്ലേ? എന്താണ് ഈ ഇടി പറയുന്നത്? യുസബ്ബിഹുർ റഅദു ബിഹംദിഹി. ഇടി പറയുന്നത് മറ്റൊന്നുമല്ല, ഗർജിക്കുന്ന മിന്നൽ പിണരുകൾ പറയുന്നത് മറ്റൊന്നുമല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഞങ്ങൾ കേട്ടിട്ടില്ലല്ലത്. നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അള്ളാഹു ഖുർആനിൽ പച്ചക്ക് പറഞ്ഞു തരുന്നു, യുസബ്ബിഹുർ റഅദു ബിഹംദിഹി. ഇടിനാദം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം ഇടിയുടെ പ്രഖ്യാപനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാകുന്നു. നമ്മൾ കേൾക്കുന്നില്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ, അള്ളാഹുവിന് ഭൂമിയിൽ ചില ദാസന്മാരുണ്ട്, അവർ ബുദ്ധിമാന്മാരാണ്, അവർ ആരിഫീങ്ങളാണ്, അവർക്ക് ഈ ശബ്ദത്തിന്റെ പൊരുൾ തിരിച്ചറിയാനാകുന്നുണ്ട്, അവർക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇടി പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാൻ യഥാർത്ഥ ബുദ്ധിമാന്മാർക്ക് സാധിക്കുന്നുണ്ട്. മഹാനായ സുന്നൂനിൽ മിസ്രി റഹിമഹുല്ല ഒരു ആരിഫാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. എന്താണ്? ഇലാഹി മാ അസ്വാ ഇലാ സൗതി ഹയവാൻ വലാ ഖരീരി മാ വലാ തറന്നുമി ത്വാഇർ വലാ ഖഅഖഅതി റഅദിൻ ഇല്ലാ വജത്തുഹാ ഷഹാദതൻ ബിവഹ്ദാനിയതിക്. എന്താണ് സുന്നൂനിൽ മിസ്രി റഹിമഹുല്ല പറഞ്ഞത്? ഇലാഹി, എന്റെ നാഥാ, മാ അസ്ഗാ ഇലാ സൗതി ഹയവാൻ, ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഒരു ജീവിയുടെ ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല റബ്ബേ. പശു കരയുന്നതാണെങ്കിലും ഏതൊരു ഏതൊരു ജീവിയുടെ ശബ്ദമാണെങ്കിലും അതെന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. വലാ ഖരീരിമാ, വെള്ളത്തിന്റെ കളകളാരവം, അരുവി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. വലാ തറന്നുമി ത്വാഇർ, ഒരു പക്ഷിയുടെ ചിലക്കലും ഞാൻ കേട്ടിട്ടില്ല, ഒരു കുയിലിന്റെ രാഗം പാട്ടും ഞാൻ കേട്ടിട്ടില്ല. വലാ ഖഅഖഅതി റഅദിൻ, ഒരു ഇടിയുടെ മുഴക്കവും ഞാൻ കേട്ടിട്ടില്ല. ഇല്ലാ വജത്തുഹാ ഷഹാദതൻ ബിവഹ്ദാനിയതിക്, പടച്ച തമ്പുരാനെ, ആ ശബ്ദങ്ങളിലൊക്കെ നിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം, അല്ലാഹു അഹദ് 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 എന്ന പ്രഖ്യാപനം, ഇതാണ് ഞാൻ ഇതിലൊക്കെ കേൾക്കുന്നത്. അൽഹംദുലില്ലാ, ഇങ്ങനെ കേൾക്കാനുള്ളൊരു സൗഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായി കിട്ടണ്ടേ? അത് ഉണ്ടായി കിട്ടിയാലാണ് ഈമാൻ. ഒരു വിഭാഗത്തെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ചില മുഅ്മിനീങ്ങൾക്ക് ഈമാന്റെ ടേസ്റ്റ് ഇവിടെ തന്നെ കിട്ടും. ഈമാൻ. ബിരിയാണി കഴിച്ചാൽ ആഖിറത്തിലല്ലല്ലോ അതിന്റെ രുചി കിട്ടുക, ഇവിടെ കിട്ടുമല്ലോ. വിശപ്പ് ഇവിടെ മാറുമല്ലോ, ദാഹം ഇവിടെ മാറിക്കിട്ടുമല്ലോ. എന്നാൽ നമ്മുടെ അമലൊക്കെ നിസ്കാരം ഇവിടെ ഒന്നും ഒരു ഫീലിംഗും ഇല്ല, ഇവിടെ ഒന്നും മനസ്സിനെ സ്വാധീനിക്കുന്നില്ല, പിന്നെ മരിച്ചു എന്നിട്ട് കിട്ടും. അങ്ങനെയല്ല, അങ്ങനെയല്ല. അൽ ഇബാദത്തു സുൻഅത്തുൻ, ഇബാദത്ത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊണ്ട് ഫലം കിട്ടണ്ടേ? ഒരു ഡ്രൈവിംഗ് പഠിച്ച് അതിന്റെ ട്രെയിനിങ് കിട്ടിയാൽ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റണ്ടേ? ഈ ഇബാദത്ത് കൊണ്ട് ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയാണിത്. പ്രപഞ്ചത്തിന്റെ ചലനം അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ബഹിർ പ്രകടനമാണെന്ന തിരിച്ചറിവ്. ഏതായാലും ഇടി പറയുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, മലക്കുകളും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിൻ ഖീഫതിഹി, ഉടമസ്ഥനെ ഭയന്നതിനാൽ. മലക്കുകളെ കുറിച്ച് മുശ്രിക്കുകൾക്കും ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അവിശ്വാസികൾക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അബദ്ധ വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ? മലക്കുകൾക്ക് അള്ളാനെ പേടില്ല. ചില മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാന്റെ പെൺമക്കളാണ്. ഒരുപാട് വാദഗതികൾ ഉണ്ടായി. അപ്പൊ അള്ളാനെ പേടിക്കുന്ന ഒരു വർഗമല്ല. നമ്മളും അങ്ങനെ മനസ്സിലാക്കുമല്ലോ. അള്ളാഹു പടച്ച് ഏതൊരു ലക്ഷ്യത്തിന് പടച്ചോ ആ ലക്ഷ്യത്തിൽ നിലകൊള്ളുന്ന, അള്ളാഹുവിന് ഒരു ഇഞ്ച് എതിര് പ്രവർത്തിക്കാത്ത,
ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത പരിശുദ്ധ നൂറാനിയത്ത് കൊണ്ട് പടക്കപ്പെട്ട വർഗം മലക്കുകൾ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് അള്ളാനെ പേടി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വരും. അള്ളാഹ് ആ അബദ്ധം തിരുത്തുക. അവർക്കൊക്കെ പേടിയാണ് മലക്കുകൾക്കൊക്കെ. കോടാനുകോടി മലക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പ്രഖ്യാപിക്കുന്നു അവനെ ഭയന്നതിനാൽ. എന്നിട്ട് അല്ലാഹ് പറയുന്നു വയുർസിലുസ് സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ. വാനലോകത്തു നിന്ന് ഗർജിക്കുന്ന മിന്നൽ പിണരുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നവനും അല്ലാഹുവാണ്. അട്ടഹാസമുള്ള ഭീതിയുണ്ടാക്കുന്ന ശബ്ദമുള്ള മിന്നലിനെ പറഞ്ഞു വിടുന്നത് അവനാകുന്നു. എന്നിട്ടോ ഫയുസീബു ബിഹാ മൻ യശാ. ആ മിന്നലിന്റെ തീജ്വാല പതിക്കുന്നത് അല്ലാഹു സ്കെച്ചിട്ടവരിലാണ്. പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘത്തിന് സ്കെച്ച് തെറ്റും. പത്രത്തിൽ വായിച്ചു, അവരെ തട്ടാൻ കരുതിയതല്ല, തട്ടിയ ആള് മാറിപ്പോയി. അള്ളാഹുവിന്റെ സ്കെച്ചിന് പിഴവ് പറ്റൂല. ശരിയല്ലേ? ഉമ്മായുടെ മടിത്തട്ടിലിരിക്കുന്ന കൊച്ചുകുട്ടി, വീട്ടുകാരെല്ലാം ഇടിമിന്നൽ വന്നപ്പോ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി വീടിന്റെ അകത്തളത്ത് കേറിയിരുന്നിട്ട്, ഏറ്റവും സുരക്ഷിതമായ റൂമിൽ കേറിയിരുന്നിട്ട് വട്ടം കൂടി സംസാരിച്ചു കൊണ്ടിരിക്കെ ഫയുസീബു ബിഹാ മൻ യശാ. തള്ളയെ അല്ലാഹു റാഞ്ചിയെടുക്കുന്നു. മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനൊരു പോറലുമേൽക്കുന്നില്ല. ഉമ്മ മരിച്ചു വീഴുന്നു. അല്ലെങ്കിൽ മറിച്ച് മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനെ മിന്നലേറ്റ് കുഞ്ഞ് മരിക്കുന്നു. തള്ളക്കൊരു പോറലുമേൽക്കുന്നില്ല. വയുർസിലു സവാഇഖ, ഗർജിക്കുന്ന മിന്നലിനെ പറഞ്ഞയക്കുന്നത് അല്ലാഹു. ഫയുസീബു ബിഹാ മൻ യശാ, അവൻ പ്ലാനിട്ടവനിൽ അത് ചെന്നു പതിക്കും. വഹും യുജാദിലൂന ഫില്ലാഹ് വഹുവ ശദീദുൽ മിഹാൽ. അല്ലാഹുവിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ സംഭവം നടന്നില്ലേ നബിയെ? ഏത്? ആ അറബി ഫിർഔന്റെ ചരിത്രത്തിലേക്ക് അല്ലാഹു സൂചന കൊടുക്കുകയാണ്. അള്ളാനെ ചോദ്യം ചെയ്ത് സ്വർണ്ണാണോ വെള്ളിയാണോ എന്നൊക്കെ പറഞ്ഞ് മുത്തുനബിയെ ശകാരിച്ച് തെറിവിളിച്ച ചങ്ങാതില്ലേ? വഹും യുജാദിലൂന ഫില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ അനാവശ്യമായി തർക്കിക്കുകയും അനാവശ്യം പറയുകയും തെറിവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ ഈ കനത്ത പ്രഹരം വന്നത് കണ്ടില്ലേ നബിയെ? വഹുവ ശദീദുൽ മിഹാൽ, അള്ളാഹുവിന്റെ തന്ത്രങ്ങൾ കഠിന കഠോരം തന്നെ, അതിഭയങ്കരം തന്നെ. ഇടിമിന്നല് വരുമ്പോ ചില ആൾക്കാർ പറയും, നിനക്ക് പേടിയാ? നിനക്ക് പേടിയുണ്ടോ? ഇടി, നല്ല ഇടി വരുമ്പോ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. നല്ല ഓലപ്പടക്കം പൊട്ടുമ്പോ, നല്ല അമിട്ട് പൊട്ടുമ്പോ, പന്നിപ്പടക്കം പൊട്ടുമ്പോ നല്ല സൗണ്ട് അല്ലേ, അത് കേൾക്കാൻ നല്ല ഹരല്ലേ, അത് പൈസ ചെലവാകാതെ പൊട്ട് കേൾക്കാന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? എന്നാലേ പേടിക്കും. ഇടിയെ അല്ല പേടിക്കുന്നത്, മിന്നലിനെ അല്ല പേടിക്കുന്നത്. അത് ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കാനുള്ള ഒരു മതിയായ കാരണമാണ് ഇടിമിന്നൽ. നിങ്ങൾക്കറിയോ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, മഹദി ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഭാവം പറഞ്ഞു തരും. എന്താ സ്വഭാവം? അൻ ആയിഷത ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ റീഹൻ ഔ ഗൈമാ, ഒരു കനത്ത കാറ്റ് കണ്ടാൽ, അല്ലെങ്കിൽ മാനത്ത് മേഘം കണ്ടാൽ, അന്തരീക്ഷം മേഘാവൃതമായി കണ്ടാൽ, ഉരിഫ ഫീ വജ്ഹിഹി, പെട്ടെന്ന് നബിയുടെ മുഖം മാറുമായിരുന്നു. സുന്ദരമുഖം, വെളിച്ചം പരത്തുന്ന വദനം, പുണ്യനബിയുടെ സുന്ദരമുഖം. ഈ സുന്ദരമുഖം ഞാൻ നന്നായി കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആകാശത്തിന്റെ ചക്രവാളങ്ങളിൽ, ആകാശത്തിന്റെ പല ഭാഗങ്ങളിൽ മേഘം വന്ന് നിൽക്കുന്നത് കണ്ടാൽ, ഉരിഫ ഫീ വജ്ഹിഹി, ആ സുന്ദര വദനത്തിലും മേഘം ബാധിച്ചു.
ആകാശത്തിന്റെ ക്ലിയറാണ് പോയാൽ നബിയുടെ മുഖത്തെ ക്ലിയർ പോവും. ആകാശത്ത് മേഘം മൂടിയാൽ പിന്നെ ആ മുഖത്തും മേഘം മൂടി. ആ കാലത്ത് മഹദി പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹൂ റജാഅ അൻ യകൂന ഫീഹിൽ മതർ. ഇതെന്താ നബി എങ്ങനെ? ഇതെന്തെങ്ങനെ? ഇന്നന്നാസ ഇദാ റഅഉ ഗൈമൻ, മനുഷ്യന്മാര് സാധാരണ മേഘം കണ്ടാൽ ഫരിഹു, അവർ സന്തോഷിക്കാറാ പതിവ്. കാരണം എന്താ? റജാഅ അൻ യകൂന ഫീഹിൽ മതർ, അൽഹംദുലില്ലാ ഒരു മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ആളുകളൊക്കെ മേഘം കണ്ട് സന്തോഷിക്കും നബിയേ. ആളുകൾക്ക് മേഘം കണ്ടാൽ അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സന്തോഷിക്കാറാണ് പതിവ്. വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയതു. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. എന്നാൽ അങ്ങയെ കാണാൻ പറ്റുന്നത് വേറൊരവസ്ഥയിലാണല്ലോ. ഇദാ റഅയ്തഹു, മേഘം കണ്ടാൽ, ഉരിഫ ഫീ വജ്ഹിക അൽ കറാഹിയ, അങ്ങയുടെ മുഖത്ത് വെറുപ്പും സങ്കടവും ഭീതിയൊക്കെയാണല്ലോ കാണുന്നത്. എന്താ സംഭവം? ഇങ്ങനെ പതിവ്. എപ്പോ മേഘം മൂടി കണ്ടാലും നബിയുടെ മുഖത്ത് നിറം മാറും, നബിക്ക് ഭയം വരും. മേഘം മൂടുമ്പോ നമുക്കുണ്ടോ? എന്തല്ലാത്ത ഉസ്താദെ, അറിയാത്തതുകൊണ്ടാണ് സംഭവം. ഇനി മേലിൽ മേഘം കാണുമ്പോ പടച്ചോനേന്ന് വിളിച്ചിട്ടാണ് കരഞ്ഞോളാം. അതിനല്ലേ ഈ പറയുന്നത്. എന്താ അതിലുള്ള പാഠം? ആയിഷ ബിവി ചോദിച്ചു, സാധാരണ ജനങ്ങൾ അന്തരീക്ഷം മേഘാവൃതമായി കണ്ടാൽ അവർക്ക് പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. മഴയുടെ കാര്യത്തില് അങ്ങ് വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയതു, അങ്ങയുടെ മുഖത്ത് വെറുപ്പാണല്ലോ കാണുന്നത്. ഇതെന്താ സംഭവം? ഫഖാല യാ ആയിഷ മാ യുഅ്മിന്നി അൻ യകൂന ഫീഹി അദാബ്. ആയിഷ, ജനങ്ങൾ ചിന്തിക്കും പോലെ ചിന്തിക്കാൻ ഈ മുഹമ്മദിന് പറ്റില്ല. എന്തുകൊണ്ട്? ആ മേഘത്തിനുള്ളിൽ അള്ളാഹുവിന്റെ അദാബില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല ആയിഷ. ആ മേഘത്തിന്റെ ഉള്ളിൽ ഒരുപക്ഷേ ഈ സമൂഹത്തിലേക്കുള്ള അദാബ് റഹ്മത്തിന്റെ കൂട്ടത്തിലെ നിഖ്മത്ത്, റഹ്മത്തിന്റെ കൂട്ടത്തിലെ അദാബ് ഈ മേഘപ്പാളികളിൽ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും നിർഭയനല്ല ആയിഷ. അള്ളാന്റെ അദാബിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് ആയിഷ. എന്തേ കാര്യം? വഖദ് റആ ഖൗമുൻ അൽഅദാബ, മുൻകാലത്ത് ജീവിച്ച ഒരു ജനത അവർക്കുള്ള അദാബ് ഇതുപോലെ ആകാശത്തിൽ മേഘമായി കണ്ടു. ഒരു ജനത ആകാശത്ത് കണ്ടത് മേഘമാണ്. ഫഖാലു, ആ ജനത ആയിഷ അന്ന് മേഘം കണ്ടു പറഞ്ഞത് ഹാദാ ആരിദും മുംതിറുനാ, കഴിച്ചിലായി, പ്രപഞ്ചത്തിലെ ചൂടിന് ശമനമായി. ഇതാ ആരിദും മുംതിറുനാ, മഴയ്ക്ക് മഴ നൽകാൻ സൂചന നൽകിയിട്ട് മേഘം വന്നല്ലോ. ആ നാട്ടുകാര് പറഞ്ഞു, ഒരു ജനത അവരുടെ അദാബ് കണ്ടത് മേഘമായിട്ടാണ് ആയിഷ. അതുകൊണ്ട് ഇന്നും മേഘം മൂടുമ്പോ ഈ മുഹമ്മദ് നിർഭയനല്ല ആയിഷ. ഏത് ജനതയാണിത്? ഖുർആൻ പരിചയപ്പെടുത്തിയ ജനതയാണിത്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ജനത ഏതാ? മദിയൻ നിവാസികൾ. ഈ മദിയൻ നിവാസികളെ അള്ളാഹു അദാബാക്കി. എന്തേ കാര്യം? ഓരോ ജനതയെ അദാബാക്കാനും കാര്യമുണ്ട്. ലൂത്ത് നബിന്റെ ഖൗമിന് സ്വവർഗരതിയായിരുന്നു. അത് വലിയ കുറ്റാണ്, അവർക്ക് കിട്ടണം. എന്നാലോ ശുഐബ് നബിയുടെ ജനതയുടെ അക്രമം എന്താന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. എന്താ അവർ ചെയ്ത അക്രമം? ബിസിനസ്സിലെ തട്ടിപ്പും വെട്ടിപ്പും. ഇന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മദിയൻ നാട്ടുകാരുടെ ആ തട്ടിപ്പിനേക്കാൾ വെട്ടിപ്പിനേക്കാൾ ബിസിനസ് മേഖലയിലെ വഞ്ചനയെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള വഞ്ചനയാണ് ഇന്ന് ബിസിനസ് മേഖലയിൽ, അല്ലേ? ഈ കാരണമായിരുന്നു. അവരോട് ശുഐബ് നബി പറഞ്ഞു, മക്കളെ, നിങ്ങൾ അള്ളാനെ പേടിച്ചിട്ട് അളവ് തൂക്കത്തിൽ നിങ്ങൾ മാന്യത പുലർത്തി നീതി പുലർത്തണമെന്ന് പറഞ്ഞപ്പോ ആ ജനത ആ പ്രവാചകനെ പരിഹസിച്ചിട്ട് പറഞ്ഞു, നടക്കൂല, നീ നിന്റെ പണി നോക്ക്, നീ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ എന്നല്ലാതെ നിന്റെ വാക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് ആ ജനത പറഞ്ഞു. പറഞ്ഞപ്പോ അല്ലാഹ് ഒരു കുട പോലെ മേഘത്തെ ആ നാട്ടിലേക്ക് വിട്ടു. അതാണ് നബി പറഞ്ഞത്,
വഖദ് റആ ഖൗമുൻ അൽ അദാബ, ഒരു ജനത അവരുടെ അദാബിനെ മേഘമായി കണ്ടു. അവർ പറഞ്ഞു ഹാദാ ആരിദും മുംതിറുന, ഇതാ മഴ വരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ താഴെ പോയി നിന്നു. ഇമാം ബുഖാരി പറയുന്നു ഫജ്തമിഉ തഹ്തഹാ, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മദിയൻ നാട്ടുകാർ, ബിസിനസിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, അള്ളാഹു തഫ്സീറിൽ കാണാം ഫലമ്മാ അറാദല്ലാഹു അൻ യുഅദ്ദിബഹും, അള്ളാഹു ആ ജനതയെ അദാബാക്കാൻ തീരുമാനിച്ചപ്പോ ബഅസ ഇലൈഹിം ഹർറൻ ശദീദാ, കനത്ത ചൂടാണ് ആദ്യം ഇറക്കിയത്. സഹിക്കാൻ പറ്റാത്ത ഉഷ്ണം, കനത്ത ചൂട്. ഈ ചൂടാണ് ആദ്യം അള്ളവർക്ക് കൊടുത്തത്. ആർക്ക്? മദിയൻ. ഇതൊക്കെ ഇന്നിപ്പോ ഇന്നത്തെ അവസ്ഥ എന്താ? പൊള്ളിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ചൂടുകാലം, ഉഷ്ണകാലം, വേനൽക്കാലം വന്നാലും രാവിലെ ആ സുബഹി നിസ്കരിച്ച സമയത്തെങ്കിലും നമുക്കൊരു തണുപ്പ് കിട്ടും, ഉറങ്ങാനൊരു സുഖം കിട്ടൂല്ലേ. ഇന്നപ്പത്തെ അവസ്ഥ എന്താ? അത് കുഴപ്പമില്ല, AC ഇല്ലേ? AC പറയോ, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാ യന്ത്രങ്ങളും കമ്പനികളും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റാതെ എത്ര കമ്പനിയാ ഗൾഫ് കൺട്രിയിൽ കത്തിപ്പോയത് നിങ്ങൾക്ക്. ഇതൊക്കെ കത്തും. AC-യിൽ ഇരിക്കല് തെറ്റൊന്നുമല്ല, അത് അള്ളാഹ് ഹറാമാക്കിയിട്ടൊന്നുമില്ല. നീ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. പക്ഷെ AC-യിൽ ഇരിക്കുന്ന മനുഷ്യൻ വിചാരിക്കണം, പടച്ചോനെ ഈ വലിയ ചൂട് ഇത് അദാബിന്റെ ഭാഗമാണോ റബ്ബേ? ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പുറത്തു താ റബ്ബേ. ഈ ഒരു മനസ്ഥിതി എല്ലാവർക്കും വേണം. ഇപ്പൊ അതിൽ നിന്നാലിപ്പോ അത് പുറത്തിറങ്ങിയ എന്താ അവസ്ഥ? അള്ളാഹു ശുഐബ് നബിയുടെ ജനതയെ അദാബാക്കാൻ തീരുമാനിച്ചപ്പോ ബഅസ ഇലൈഹിം ഹർറൻ ശദീദാ, കനത്ത ചൂട് ആ നാട്ടിലേക്ക് ഇറക്കി. തഫ്സീറിൽ കാണാ, അവർക്ക് വീട്ടിൽ കയറിയൊക്കെ ഉറങ്ങാൻ വയ്യ, കുളിച്ചിട്ട് കാര്യമില്ല, നിഴലുള്ള തണൽ മരത്തിന്റെ താഴ്ഭാഗത്ത് ചെന്നിട്ട് കാര്യമില്ല. ചൂട് കൊണ്ട് അവരാകെ പൊറുതിമുട്ടിയപ്പോ അപ്പോഴാണ് ഈ സാധനം വരുന്നത് ആകാശത്ത്. ഏത് സാധനം? ഈ കുട പോലത്തെ മേഘം. ഫജ്തമഉ തഹ്തഹാ, ആ ജനത അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇതാ മഴപ്പ വരുന്നു പറഞ്ഞിട്ട് ആ മേഘത്തിന്റെ താഴെ പോയി നിന്നു. ഫഅംതറതു അലൈഹിം നാറാ, ബുഖാരിയിൽ കാണാ, ആ ജനതയുടെ മേലെ മേഘത്തിൽ നിന്ന് പതിച്ചത്, വർഷിച്ചത് വെള്ളമായിരുന്നില്ല. ഫഅംതറതു അലൈഹിം നാറാ, അഗ്നിമഴ, തീമഴയായിരുന്നു ആ ജനതയിലേക്ക് വന്നത്. ഫഹ്തറഖൂ ജമീഅ, അവരെല്ലാവരും കരിഞ്ഞ് ഭസ്മമായി തീർന്നു. ആയിഷ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഖുർആൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ശുഅറാ സൂറത്തിന്റെ 189 ആയത്ത് നോക്കൂ. ശുഐബ് നബിയുടെ സാരോപദേശം തള്ളിയ ജനത വെല്ലുവിളിച്ചു പറഞ്ഞു, ഫഅസ്ഖിത് അലൈനാ കിസഫം മിനസ് സമാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ശുഐബേ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, നീ ദൈവദൂതനാണെന്ന വാദത്തിൽ നീ സത്യസന്ധനാണെങ്കിൽ, ഫഅസ്ഖിത് അലൈനാ കിസഫം മിനസ് സമാ, ആകാശത്തിന്റെ ഖണ്ഡങ്ങളെ പൊട്ടിച്ചു വീഴ്ത്തിത്ത, ആകാശത്തെ പീസാക്കി ഇങ്ങനെ ഇറക്കിത്ത. ഖാല റബ്ബി അഅലമു ബിമാ തഅമലൂൻ. ശുഐബ് നബി പറഞ്ഞു, ജനമേ, നിങ്ങളെ ഈ പ്രവൃത്തിയും വാക്കൊക്കെ റബ്ബ് അറിയുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, ധിക്കാർ അവസാനിപ്പിച്ചോളൂ. പക്ഷേ ശുഐബ് നബിയെ അവർ കളവാക്കി നിഷേധിച്ചു. അള്ളാഹു പറയുന്നു, ഫഅഖദഹും അദാബു യൗമിൽ ളുല്ല, ഫഅഖദഹും അദാബു യൗമിൽ ളുല്ല, മേഘക്കുടയുടെ നാളിലെ ശിക്ഷ അവരെ പിടികൂടി, അവരെ പിടിച്ചു വിഴുങ്ങി. മേഘക്കുടയുടെ നാളിന്റെ ശിക്ഷ അവരെ പിടികൂടി. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയ, ഇതിലും നിങ്ങൾക്ക് ആയത്തുണ്ട്. ഏതില്? കനത്ത ചൂട് വിട്ടിട്ട് ഒരു ജനതയെ അദാബാക്കിയ സംഭവം, കനത്ത ഉഷ്ണം വിട്ടിട്ട് ഒരു ജനതയെ പരീക്ഷിച്ച സംഭവം. അവസാനം എന്നിട്ടും കനത്ത ചൂട് വന്നിട്ടും സഹിക്കാൻ പറ്റാത്ത ഉഷ്ണം അനുഭവിച്ചിട്ടും തിന്മയിൽ നിന്നു മാറാതെ ധിക്കാരികളായി ജീവിച്ചപ്പോ അവരെ അള്ളാഹു തീമഴ കൊണ്ട് നശിപ്പിച്ച ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു നമ്മോട്, ഇന്ന ഫീ ദാലിക, ഈ ചരിത്രം നീ കേട്ടില്ലേ? ഇന്ന ഫീ ദാലിക ലആയ, നിനക്കിതിൽ പാടുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. പട്ടി എന്തു പറഞ്ഞിട്ടെന്താ? ഈ ചൂടുള്ള വാർത്തയും ചൂടുള്ള ഖുർആന്റെ ചരിത്രം പറഞ്ഞിട്ട് ഒരു ചൂടുമില്ലാതെ സുഖമായിട്ട് ഉറങ്ങാണല്ലോ. പിന്നെ എവിടെ ചൂട്? മനസ്സിൽ ചൂടുണ്ടോ? പുറത്ത് ചൂടുള്ളതിന് ഫാനുണ്ട്, മനസ്സിൽ ചൂടുണ്ടോ? ഇല്ല.
വമാ കാന അക്സറുഹും മുഅ്മിനീൻ. നബിയേ, എന്തു പ്രസംഗിച്ചിട്ട് എന്തു കാര്യം, എന്ത് ഖുർആൻ ഓതിയിട്ട് എന്തു കാര്യം, എന്ത് ഖുർആനിന്റെ പ്രമേയം അവതരിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവരൊക്കെ ഉറങ്ങുകയാണ്. എന്താ കാരണം? വമാ കാന അക്സറുഹും മുഅ്മിനീൻ. കൂടുതലും മുഅ്മിനില്ല, തലയിൽ തൊപ്പിട്ടിട്ടുള്ള മുഅ്മിനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇടിയെ പേടിക്കണം, മിന്നലിനെ പേടിക്കണം എന്ന് പറയുമ്പോൾ ഇടി വരുമ്പോ മിന്നൽ വരുമ്പോ പേടിച്ചിട്ട് വീട്ടിൽ കയറി ഇന്നിങ്ങനെ വിറക്കണം എന്നല്ല. പിന്നെ എന്താ വേണ്ടത്? എന്താ ഇസ്ലാം നമുക്ക് പറഞ്ഞിരുന്നത്? എന്താ പുണ്യ നബി പറഞ്ഞിരുന്നത്? എന്താ പറഞ്ഞിരുന്നത്? ബുഖാരിയിൽ കാണാം, ഇടിയുടെ മുഴക്കമെങ്ങാനും പുണ്യനബി കേട്ടുടങ്ങിയാല് ഇതിങ്ങനെ മുഴക്കം വരും, ഒറ്റ പൊട്ടൽ വരല്ലോ, മുഴങ്ങി പൊട്ടി ആണ് കൂടല. ഇടിമുഴക്കം ഇദാ സമിഅ റഅദ, ബുഖാരിയിൽ കാണാം. അത് കേട്ടു തുടങ്ങിയാൽ ഫഖാല, മുത്തുനബി പറയും, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. കിതാബുൽ അദബിൽ ബുഖാരി ഈ പ്രാർത്ഥന ഉദ്ധരിച്ചിരിക്കുന്നു. ഇടിയുടെ മുഴക്കം കേട്ടു തുടങ്ങിയാൽ നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ കൊല്ലല്ലേ റബ്ബേ. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ ഹലാക്കാക്കല്ല റബ്ബേ. വആഫിനാ ഖബ്ല ദാലിക, നിന്റെ കോപത്തിന്റെയും ശിക്ഷയുടെയും മുമ്പ് ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അല്ലാ. ഈ പ്രാർത്ഥന നമ്മൾ ആരെങ്കിലും ഇതുവരെ ഇടിമുഴക്കം കേട്ടിട്ട് ചൊല്ലിയിട്ടുണ്ടോ? അറിയാത്തോണ്ടൊന്നും ആവില്ല. നീ അറിയാത്തവരാണെങ്കിൽ ഇന്നും ഇട്ട് തുടങ്ങിക്കോ. മാത്രല്ല നബി തങ്ങൾ പഠിപ്പിച്ചു, ഇദാ സമിഅ്തുമുർ റഅദ, ഗർജിക്കുന്ന മിന്നൽ പിണർ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, ഉടനെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. പെട്ടെന്ന് മോനെ ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. കാരണം വീട്ടിലുള്ള സജ്ജീകരണം ഓട്ടോമാറ്റിക് ഓഫ് സിസ്റ്റം അല്ല. അതുകൊണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിക്കോ. വൈദ്യുതി ഒക്കെ നിയന്ത്രിക്കണം. ഇത് ഇടിമിന്നൽ വന്നാല് കറണ്ട് ഓഫ് ആക്കാഞ്ഞാൽ അപകടമാണ്. അത് ചെയ്തോ, അതൊരു സബബാണ്, അത് തെറ്റല്ല. മുത്തുനബി പറഞ്ഞു, മിന്നൽ കണ്ടാൽ, ഇടിമുഴക്കം കേട്ടാൽ ഫദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തോ, പെട്ടെന്ന് പടച്ചവനെ ഓർത്തോ. ഫഇന്നഹു ലാ യുസീബു ദാകിറ, അല്ലാഹുവിനെ ഓർത്തവർക്ക് മിന്നലേൽക്കില്ല. മിന്നലിന്റെ അപകടം അവർക്കെത്തുകയില്ല. അതുകൊണ്ട് ഉടനെ ഫദ്കുറുല്ലാഹ്. ഹദീസിൽ കാണാം, മൻ ഖാല ഹീന സമിഅ റഅദ, ഇടിമുഴക്കം കേൾക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ലം തുസിബുഹു സാഇഖത്തുൻ, ആ ഗർജിക്കുന്ന മിന്നൽ അവനെ റാഞ്ചുകയില്ല. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ അസ്കാറിൽ ദിക്റുകൾ മാത്രം പറയുന്ന കിതാബാണ് അസ്കാർ. ഹദീസിലും ഖുർആനിലും വന്ന ദിക്റുകൾ മാത്രമാണ് അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്, അതിന്റെ ഫളായിലുകളും. ആ അസ്കാർ എന്ന കിതാബില് ഇടിമിന്നൽ കണ്ടുകഴിഞ്ഞാൽ ചൊല്ലാനുള്ള പ്രത്യേക ദിക്ർ, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. ഇങ്ങനെ ഇത്തരത്തിലുള്ള ദിക്റുകൾ നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ടായില്ലട്ടോ, മനസ്സുകൊണ്ട് ചൊല്ലണം. പടച്ചോനെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, നാവ് കൊണ്ട് പടച്ചോനെ പേടിച്ചിട്ട് കാര്യമില്ല. ഇത് യഥാവിധി മനസ്സുകൊണ്ട് ഒരാൾ പ്രഖ്യാപിച്ചാൽ ലാ യുസീബു ദാകിറാ. ഇത് പറയുമ്പോ ഇടിമിന്നൽ ഏറ്റവർക്കൊക്കെ അള്ളാന്റെ അദാബ് പറ്റിയതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഇത്ര നേരത്തെ വിശദീകരണം കേൾക്കുമ്പോ എന്നാ പിന്നെ മിന്നൽ ഏറ്റവരൊക്കെ കാഫിറായി ചത്തുപോയതാണ്, അങ്ങനെ വിധി എഴുതരുത്. ഇങ്ങനെ ഈ പ്രാർത്ഥന നടത്തിയിട്ട് ഈ ദിക്റിൽ നിലകൊണ്ടിട്ട് തട്ടിയോ, അത് മുസീബത്തല്ല, അത് അദാബല്ല, പിന്നെ ആഖിറത്തിൽ ഷഹീദാകാനുള്ള ഒരു കാരണമാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സഹാബി മദീന പട്ടണത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു സഹാബി എന്ന് പറഞ്ഞത്, ചങ്ങാതി ഇവിടെ നിൽക്കണോ നീ? എന്തേ? നിന്റെ വീട് കത്തുന്നുണ്ട്, പുര കത്തുന്നുണ്ട്. നിന്റെ പുര കത്തൂല. എന്തവന് ചെവി കൊടുക്കണില്ല, ഇവന് പ്രാന്ത. നിന്റെ വീട് കത്തുന്നുണ്ട്, പെട്ടെന്ന് വീട്ടിലേക്ക് പോയി തീ അണക്കാൻ നോക്ക്, ആളുകളെ വിളിച്ചുകൊണ്ട് പോ വീട്ടിലേക്ക്. അപ്പോൾ ഈ സഹാബി, എന്റെ വീടോ അത് കത്തൂല. അതെന്താ കത്താത്ത? മുത്ത് നബി പറഞ്ഞതിന്റെ മുസീബത്ത് വരാതിരിക്കാനുള്ള ഒരു ദുആ.
ആ ദുആ എന്ന് ഞാൻ സുബഹി നിസ്കരിച്ച് ചൊല്ലിയിട്ടാ പോകുന്നത്. അതുകൊണ്ട് നിന്റെ വീട് കത്തൂല. ഇനി കത്തുകയാണോ അത് മുസീബത്തും അല്ല, അത് നന്മക്ക് കത്തണാണ്. മനസ്സിലായില്ല? ഇനി കത്തുന്നുണ്ടോ, എന്റെ വീട് കത്തി ചാര ആകുന്നുണ്ടോ, അത് മുസീബത്തല്ല, എനിക്ക് ഹൈറായിട്ടാണ് ആ കത്തുന്നത്. ഇതാണ് വിശ്വാസം. അപ്പോ അള്ളാഹുവിന്റെ അദാബായിട്ടത് നമുക്ക് പറ്റരുത്, അള്ളാഹുവിന്റെ കോപം വന്നിട്ടത് പറ്റരുത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാ? ഈ ഹദീസിൽ വന്ന ഖുർആൻ പഠിപ്പിച്ച ദിക്റുകളുമായി ബന്ധപ്പെടുക. അള്ളാഹു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും വിശ്വാസികളെയും ജനതയെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.